അതെ, പറഞ്ഞു കല്യാണി. ആ കോntestൽ നീ പങ്കെടുക്കാൻ കാരണം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞോ? വാട്ട്? നന്ദന, നീ എന്താ ഈ പറയുന്നേ? ഇവളീ മത്സരത്തിൽ പങ്കെടുത്തതിന് കാരണക്കാരി നീയാണെന്നോ? അതെ ആന്റി, ആ ലിസ്റ്റിലെ കല്യാണിയുടെ കൂടെ പേരെഴുതി ചേർത്തത് ഞാനാ. ആൻഡ് ഇറ്റ് വാസ് സ്ട്രിക്ട്ലി മൈ ഓൺ പ്ലാൻ. ബട്ട് വൈ? എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നീ എന്തിനത് ചെയ്തു? കോടിക്കണക്കിന് രൂപയുടെ ബിസിനസിന് ഇവളെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാണ് ആന്റി. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ കാര്യത്തിൽ എനിക്ക് ഭ്രാന്ത് വരും. എനിക്കതിന് അവകാശമുണ്ടെന്നാ എന്റെ പക്ഷം. നോക്ക് ആന്റി, ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പൂജ നടത്തിയപ്പോ ആന്റി എന്ന് എന്നോടൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? കല്യാണത്തിന് ശേഷം ആനന്ദ് ഗ്രൂപ്പിന്റെ 16 കമ്പനിയിലും എനിക്കും ഷെയർ ഉണ്ടാകുമെന്ന്. Am I right? അതിന് അതും ഇതുമായിട്ട് എന്ത് ബന്ധം? ബന്ധമുള്ളത് കൊണ്ടാണ് ഈ കല്യാണിയെ ബ്യൂട്ടി കോntestൽ അവള് പോലും അറിയാതെ ഞാൻ പങ്കെടുപ്പിച്ചത്. അതിനുശേഷം നടന്നതൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ. സ്റ്റോപ്പ് ഇറ്റ്. നീ എന്തിനങ്ങനെ ചെയ്തു? അതാണ് എനിക്കറിയേണ്ടത്. ജസ്റ്റ് ആൻസർ മൈ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് ഓൾ. പറയാം. എത്രയോ ഹെർബൽ പ്രോഡക്ട്സ് മാർക്കറ്റിലുണ്ട്. എന്നിട്ടും നമ്മുടെ ഈ പ്രോഡക്റ്റിന് വലിയ വിൽപ്പന നടക്കുന്നില്ലേ? അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ആൾക്കാർക്ക് നമ്മളിലുള്ള വിശ്വാസം. ആ വിശ്വാസം നമ്മൾ നേടിയത് ഒരു സാധാരണയിലും സാധാരണയായ അടുക്കളക്കാരി പെൺകുട്ടി അതിനെക്കുറിച്ച് പറയുന്നതുകൊണ്ടാ. ഐ തിങ്ക് യു ഗോട്ട് മൈ പോയിന്റ്. അത് ശരിയാ. കല്യാണിക്ക് ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ ലുക്കൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് എവിടെയുള്ളൊരു പെൺകുട്ടി. എക്സാക്ട്ലി. സാധാരണക്കാര് അവരുടെ പ്രതിനിധിയായിട്ട് കല്യാണിയെ കാണുന്നതിന്റെ ഫലമാണ് ഈ പ്രോഡക്റ്റിൽ നിന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഷെയർ വന്ന് ചേരുന്നത്. ഇത് മാത്രമാണ് എന്റെ പോയിന്റ്. ഇനി ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ആന്റിക്ക് തീരുമാനിക്കാം. എക്സലന്റ്, എക്സ്ട്രാ ഓർഡിനറി. നന്ദന, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമകളാകാൻ എല്ലാ അർത്ഥത്തിലും നീ യോഗ്യത തെളിയിച്ചിരിക്കുന്നു. യു ആർ മോസ്റ്റ് വെൽക്കം നൗ. കമല, വൺ മോർ ഗ്രീൻ ടീ. കം.
ഹലോ ആ മേഡം എത്തിയായിരുന്നു. ഓക്കെ ഓക്കെ, ഞാൻ എന്താ വരുന്നു. നമസ്കാരം മേഡം. നമസ്കാരം. അച്ഛൻ എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു മേഡം. ഓ ഇപ്പൊ സിംഗപ്പൂർ ടൂറില്ല, ഇവിടെ ടെക്സ്റ്റൈൽസിലില്ല. ഓ കണ്ടിട്ടിപ്പോ ഒരുപാട് നാളായി. യുഎയില് പുതിയ ബ്രാഞ്ച് തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, അതെന്തായി? അതിന്റെ പേപ്പർ വർക്കുകൾ നടക്കണം മേഡം. ചില NOCകൾ കിട്ടാനുണ്ട്, ഉടൻ തുടങ്ങും മേഡം. ആ ബൈ ദ ബൈ സൂരജ്, ഇതാണ് അരവിന്ദ് കെട്ടാൻ പോകുന്ന പെൺകുട്ടി നന്ദന. ഓ ഐ സി. ഹലോ. കണ്ടായി സന്തോഷം. ആ. അരവിന്ദ് സ്കൂളിൽ എന്റെ ജൂനിയർ ആയിരുന്നു. ഹി വാസ് എ നോട്ടി ബോയ്. ഇപ്പോഴും വികൃതിക്ക് കുറവൊന്നുമില്ല അല്ല ആന്റി? ആ, അതെ അതെ. വരൂ മേഡം. വരൂ. വാ. എത്ര നേരമായി ഈ അച്ഛനോട്ട് കാണുന്നുമില്ല. എത്ര നേരം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിക്കണേ. അനിയൻകുട്ടിനെയും കൂടി കൂട്ടിയാ മതിയായിരുന്നു. ഈ അച്ഛൻ എപ്പോഴും ഇങ്ങനെയാ, സമയത്തിനും കാലത്തിനും ഒന്നും വരില്ല. വരൂ മാം. ഇരിക്കും മേഡം. അങ്ങോട്ടിരിക്കും. ആ സിന്ധു ചേച്ചി, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകളാ. ഇന്നലെ വന്ന സ്റ്റോക്കുകൾ ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും. ശരി സർ. മാഡം എല്ലാവർക്കും ജ്യൂസ് പറയട്ടെ? ഏയ് നോ താങ്ക്സ്, യു ക്യാരി ഓൺ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ ശരി മാഡം. ആ, ആ സാരി ഒന്ന് കാണിച്ച്. നന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടോ? യെസ്, നന്നായിട്ടുണ്ട് ആന്റി. സൂപ്പർബ് സെലക്ഷൻ. ഇത് കൊള്ളാം. ആ റെഡ് സാരി ഒന്ന് കാണിക്കൂ. ഏയ് അതല്ല, അത് അത് തന്നെ, അത് തന്നെ. നൈസ് അല്ലേ? നൈസ്, നന്നായിട്ടുണ്ട്. ചേച്ചി ചേച്ചി, ഞാനൊരു സാരി എടുത്തോട്ടെ? ആ അതിനെന്താ, നിനക്ക് ആവശ്യമുള്ള എടുത്തോ. ഞാൻ അപ്പുറത്ത് പോയി നോക്കാം ചേച്ചി. ഓക്കെ. ആ ശരി. നല്ല കളർ. കൊള്ളാം. അയ്യോ, ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യല്ലോ. ഉഗ്രൻ സാരീസ്. ആ, ദേ അതിങ്ങെടുത്തേ. ആ ആ, ഇതല്ല, ദേ അത്. ആ, അതല്ല അത്. ആ, ആ. അവൾ എവിടെ പോയി? ആ വിലാസിനി എവിടെ പോയി എന്ന് അറിയണമല്ലോ. ആ, ഒരു മിനിറ്റ്, ഞാനിപ്പോ ആ വരാം. ഓക്കെ. ഈ ബോർഡർ കൊള്ളാം അല്ലേ മോളെ? ആ നന്നായിട്ടുണ്ട് ആന്റി. നന്നായിട്ടുണ്ട് ആന്റി. മോൾക്ക് ഏതിട്ടാലും ചേരും. ആ ഇതെടുത്തോളൂ. അല്ല, വിവാഹ നിശ്ചയം എന്റെ മോൾക്കാണോ അതോ നിനക്കാണോ? ചന്തം നോക്കുന്നവള്. അതിന് നിനക്കെന്താടി? ചന്ത ഉള്ളവര് കണ്ണാടിയിൽ ചന്തം നോക്കുന്നത് പതിവാ. നീ ചെല്ല്. ഉം,
ഓ ഒരു ഐശ്വര്യറായി വന്നിരിക്കുന്നു. ഓസിനൊരു സാരി കിട്ടുന്നെങ്കിൽ അതും വാങ്ങിച്ചോണ്ട് പോടി. എടി നിന്നെ ഞാൻ ആ ഇതെല്ലാം പാക്ക് ചെയ്തോട്ടോ. ഇതിന്റെ ബില്ലും ഇക്കൂട്ടത്തിൽ തന്നെ വെച്ചേക്കെ. ആ ആ ദേ വരുന്നു. അതെ, ഒന്നും വിട്ടുകളയരുത്, പെട്ടെന്ന് വേണം. ശരി. ഉം. ആ അമ്മ, ഇത് ആന്റി സെലക്ട് ചെയ്തതാ. എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല സെലക്ഷൻ. ഇത് നന്ദന സെലക്ട് ചെയ്തതാ. അല്ലേലും എന്റെ മോളുടെ സെലക്ഷൻ മോശമാരില്ലല്ലോ. ആ ഇതെല്ലാം സെലക്ട് ചെയ്തതാ. പാക്ക് ചെയ്തോളൂ. ആ ശരി. ആ, ചേച്ചി ഉം. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തതോ? ആ അതും കൂടി ചേർത്ത് പാക്ക് ചെയ്തോ. ആ, ശരി മാഡം. അച്ഛനെത്തി, സമാധാനായി. കുഞ്ഞെ, എന്താ ദാസേട്ടാ? അത് കല്യാണി നാളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ആഹാ, അവൾക്കൊരു സാരി എടുക്കാൻ പോണം. ഇതേ അപ്പുറത്തൊരു കൊച്ചു ജൗളിക്കടയുണ്ട്. അവിടം വരെ പോകാൻ ഒരു അരമണിക്കൂർ സമയം കിട്ടിയിരുന്നെങ്കിൽ അവളുമായിട്ട് പോയിട്ടൊരു സാരി എടുത്തിട്ട് വരായിരുന്നു. അതിന് കല്യാണി എവിടെ? ഇതേ അവിടെ റോഡിൽ നിൽപ്പുണ്ട്. കുറെ നേരമായിട്ട് പാവടെ നിൽക്കുക. ആ ആ ദേ ആളെത്തി. ആ. ദാസേട്ടാ, കല്യാണി എങ്കിൽ വിളിക്കാം. സാരി ഈ കടയിൽ നിന്ന് എടുക്കാം. അയ്യോ കുഞ്ഞെ, ഇത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കയറാൻ പറ്റിയ കടയല്ല. കുഞ്ഞു കയറിക്കോ, ഞങ്ങളെ സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചോളാം. എന്റെ ദാസേട്ടാ, ഈ കൊച്ചു കട വലിയ കട എന്നൊന്നും നോക്കണ്ട, വിലയും ശ്രദ്ധിക്കണ്ട. കല്യാണിയോട് അവൾക്ക് ഇഷ്ടപ്പെട്ട സാരി എടുക്കാൻ പറ. ബില്ല് ഞാൻ പേ ചെയ്തോളാം. കുഞ്ഞെ, അത് ഒന്നുമില്ല ദാസേട്ടാ, നമ്മുടെ ഏതെങ്കിലും സ്റ്റാഫിന് കല്യാണമായാൽ നമ്മൾ സാരി എടുത്തു കൊടുക്കാറില്ലേ? ഇതിപ്പോ അഡ്വാൻസ് ആയിട്ട് ചെയ്തു എന്ന് കരുതിയാ മതി. ദാസേട്ടൻ കല്യാണിയെ വിളിച്ചോണ്ട് അകത്തേക്ക് വാ. ചെല. ശരി കുഞ്ഞെ. എന്താ അച്ഛ ഈ കാണിക്കണേ? എത്ര നേരമായി കാത്തു നിൽക്കണു. നിന്ന് നിന്ന് എന്റെ കാല് വേര് വന്നു. സാരമില്ല മോളെ. ആ മോളറിഞ്ഞോ, ഈ ടെക്സ്റ്റൈൽസ് നിന്നാ നമ്മൾ സാരി വാങ്ങാൻ പോകുന്നത്. എന്റെ ഭഗവതിയെ, അച്ഛനത് എന്താ പറ്റിയേ? ഈ ടെക്സ്റ്റൈൽസ് ഒന്നോ? നടന്നതുപോലെ തന്നെ. നടക്കും മോളെ, നടക്കും. വലിയ കുഞ്ഞു പറഞ്ഞു മോൾക്ക് ഇഷ്ടമുള്ള സാരി ഇവിടുന്ന് വാങ്ങിച്ചോളാൻ. എത്ര രൂപയാണെങ്കിലും വലിയ കുഞ്ഞു കൊടുത്തോളാം. സത്യം? നേരാണോ അച്ഛൻ പറയണേ? ദേ, വെറുതെ എന്നെ മോഹിപ്പിക്കല്ലേ. വെറും മോഹല്ല മോളെ, സത്യം. മോള് വാ, നമുക്ക് അകത്തേക്ക് പോവാം. വാ. എന്തു പറ്റി? നീ എന്താ നിന്നത്? അതല്ല അച്ഛാ, അവിടെ അതിനുള്ളിൽ അഖിലാണ്ടീശ്വര മേഡം ഇല്ലേ? നമ്മളെങ്ങനെ അവിടെ കണ്ടാ? ഏയ്, അതൊന്നും സാരമില്ല. 2-3 നിലയിൽ കടല് പോലെ കിടക്കുന്ന കടയിൽ എങ്ങനെ കാണാനാ? നമുക്കൊരു സൈഡ് നിന്ന് പെട്ടെന്നൊരു സാരി എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങാം. മോള് വാ, വാ. വാ മോളെ.
അച്ഛാ നമുക്ക് പടിയേറി പോവാം. വാ അച്ഛാ. അച്ഛാ നമുക്ക് ആദ്യം ഇവിടുന്ന് കയറി നോക്കിയാലോ? നല്ല ധാവണി ലാച്ചയൊക്കെ ഉണ്ടാവുന്ന തോന്നണേ. ആ ആയിക്കോട്ടെ. ആം, ഈ ഗ്രീൻ നോക്കട്ടെ. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. മാഡത്തിന് നന്നായിട്ട് ചേരും. അമ്മേ ആ ആനന്ദ് എത്തിയോ? ഈ സാരി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടമ്മേ. ഇതുകൂടി പാക്ക് ചെയ്തോളൂ. ആനന്ദേ, അരവിന്ദിനുള്ള ഫോമൽസ് ഒക്കെ മുകളിലുണ്ട്. ഉം. നന്ദനയുമായിട്ട് പോയി അതൊന്ന് സെലക്ട് ചെയ്യണം. ശരി അമ്മേ, നോക്കല്ലേ. മഹേശ്വരി, ആ. നൈസ്. ദാ അവിടെ. ചേട്ടാ ലാച്ചിയും ധാവണിയൊക്കെ അവിടെ ആ സെക്ഷൻ അവിടെയോ? അവിടെ തന്നെ. ആ. ദേ ഇങ്ങനെ അങ്ങ് പോവാം. ലാച്ചിയുടെ ആ അതെ ഇവിടെ തന്നെ. ആ ലാച്ചി ഒന്ന് കാണിക്കോ? ആ നന്നായിട്ടുണ്ട് ഇവിടെ. ആ ഇത് മോൾക്ക് നന്നായിട്ട് ചേരും. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, കൊള്ളാമോ? നന്നായിട്ടുണ്ട്. അച്ഛാ ഇത് വേണ്ട. അതെടുത്തോ. വേണ്ട, ഈ കളറ് കൊള്ളില്ല. നമുക്ക് അങ്ങോട്ട് മാറി നോക്കിയാലോ? ആ ദാ ഇത് മോൾക്ക് നന്നായിട്ട് ചേരും. ഇതെടുത്തോ. അച്ഛാ എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് സ്ഥിരം പോണ കടയിൽ പോയാലോ? അല്ലെങ്കിൽ സാരി സെക്ഷനിൽ പോവാം. ശരി. സാരി നോക്കിയിട്ട് വരാം. ശരി.